മക്കളെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. മനുഷ്യരാശിയുടെ ശാസ്ത്രീയവും സാംസ്കാരികവുമായിട്ടുള്ള മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്തുന്ന കവിതയായിരുന്നു ശ്രീ വയലാർ രാമവർമ്മയുടെ പ്രയാണം എന്ന് പറയുന്നത്. നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള പാഠാണ് പ്രയാണം. അപ്പൊ പ്രയാണം എന്ന് പറഞ്ഞ പാഠത്തെ മുൻനിർത്തിയിട്ട് നമുക്ക് അതിലെ പ്രയോഗ സവിശേഷതകള്, ബിംബങ്ങള്, പ്രതീകങ്ങള്, ആ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. നമ്മുടെ മോഡൽ എക്സാമിനും അത്തരത്തിലുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പ്രയാണം എന്ന് പറഞ്ഞ കവിതയിലെ പ്രയോഗ സവിശേഷതകളാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ട് പരിവർത്തനത്തിന്റെ ഞാണൊലി, പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ എന്നീ പ്രയോഗങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്യുക. ഇത്തരം പ്രയോഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദമാക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായാലും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? ഈ രണ്ട് പ്രയോഗങ്ങളും അമൂർത്തമായ ആശയങ്ങളെ മിഴിവുള്ള രൂപകങ്ങളിൽ അവതരിപ്പിക്കുന്നതിന് ഉദാഹരണമാണ്. ഒന്നാമത്തെ പ്രയോഗം എന്ന് പറഞ്ഞത് നമ്മോട് ചോദിച്ചത് പരിവർത്തനത്തിന്റെ ഞാണൊലി എന്നതാണ്. പരിവർത്തനം എന്ന് പറഞ്ഞാൽ മാറ്റമാണ്. ആ പരിവർത്തനത്തെ ഞാണൊലി, അല്ലെ? ഞാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പും വില്ലും, അതിനാണ് ഞാണുള്ളത്. അതിന്റെ ഒലി ശബ്ദത്തോട് ആണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം പരിവർത്തനം, മാറ്റം എന്ന് പറയുന്നത് നിരന്തര പ്രക്രിയയെ വില്ലിന്റെ ഞാൻ വലിച്ചു വിടുമ്പോഴുണ്ടാവുന്ന ശബ്ദത്തോടെയാണ് കവി ഉപമിക്കുന്നത്. ഞാണൊലി എന്നത് പെട്ടെന്നുള്ളതും ചലനാത്മകവും ഊർജ്ജസ്വലവുമായ ഒന്നാണ്. അതാണ് നമ്മൾ എഴുതേണ്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഞാണൊലി എന്നത് പെട്ടെന്നുള്ളതും ചലനാത്മകവും ഊർജ്ജസ്വലമായതാണ്. പെട്ടെന്ന് വിട്ട് അങ്ങ് എത്തുമല്ലോ. അപ്പൊ അത്രയ്ക്ക് വേഗതയുള്ള, ചലനാത്മകമായിട്ടുള്ള, ഊർജ്ജസ്വലമായിട്ടുള്ള ഒന്നാണ് ഇത്. മാറ്റം എന്നത് മന്ദഗതിയിലുള്ള ഒന്നല്ല, മറിച്ച് എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ശ്രദ്ധേയമായ ഒന്നാണെന്ന് സൂചിപ്പിക്കുന്നു. കേവലം മാറ്റത്തിന്റെ ശബ്ദം എന്ന് പറയുന്നതിനേക്കാൾ ശക്തിയും ചലനാത്മകതയും ഈ രൂപത്തിന് ഉണ്ട്. അപ്പം മറ്റെന്ന് പറയുന്നത് അതിവേഗം സംഭവിക്കുന്നത് എന്നാണ് കവി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിന് പരിവർത്തനത്തിന്റെ ഞാണൊലി എന്നുള്ള ഒരു പ്രയോഗം അവിടെ കവി ഉപയോഗിച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രയോഗമാണ് പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ. കഴിഞ്ഞുപോയ കോടിക്കണക്കിന് തലമുറകളുടെ സംഭാവനകളെയും അനുഭവങ്ങളെയും ഉറച്ച കൽപ്പടികളെയാണ് കവി കാണുന്നത്. അതായത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളൊക്കെ പോയ തലമുറയുടെ ത്യാഗത്തിന്റെയും അവരുടെ പ്രവർത്തനത്തിന്റെയും ഫലമാണ്. ഇത് ചരിത്രത്തിന്റെ തുടർച്ചയെയും ഓരോ തലമുറയും അടുത്ത തലമുറയ്ക്ക് മുന്നേറാനായി നൽകുന്ന അടിത്തറയെയും വ്യക്തമാക്കുന്നു. അല്ലെ? ഒരു കെട്ടണമെങ്കിൽ ആദ്യം അടിത്തറ ഉണ്ടാവണം. അങ്ങനെ കെട്ടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇപ്പം ജീവിക്കുമ്പോ നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്കായിട്ട് കുറെ കാര്യങ്ങൾ മാറ്റിവെക്കുന്നുണ്ട്, അല്ലെ? കൽപ്പടവ് എന്ന രൂപകം ഈ അടിത്തറയുടെ ശക്തിയും സ്ഥിരതയും നമ്മൾ അതിലൂടെ കയറിപ്പോകണമെന്ന ആശയവും നൽകുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ എന്നുള്ള പ്രയോഗത്തിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. ഇനി സമാനമായിട്ടുള്ള മറ്റു പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്? കാലം നീണ്ട കാലുകൾ നീട്ടി വെച്ചകലുന്നു. അപ്പൊ കാലത്തെ നീണ്ട കാലുകൾ വെച്ച് വേഗത്തിൽ നടന്നു പോകുന്ന ഒരാളായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പൊ കാലത്തിന്റെ വേഗതയെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ എന്നെ നോക്കിക്കേ, SLC എത്തിയതും കഴിയുന്നതും, അല്ലെ? എത്ര വേഗമാണ് കാലം മുന്നോട്ട് പോയത്. അപ്പൊ കാലത്തിന്റെ വേഗതയും അതിന്റെ നിരന്തരമായിട്ടുള്ള മുന്നോട്ടു പോക്കും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇത് നീണ്ട കാലുകൾ നീട്ടി വെച്ച് അകലുന്നു എന്നുള്ള പ്രയോഗം. അതുപോലെ തന്നെയുള്ള ഒന്നാണ് ശാസ്ത്രം ചങ്കിലെ പത തുപ്പി കുതികൊള്ളുന്നു. അപ്പം ശാസ്ത്രത്തെ അതിയായ ആവേശത്തോടും പ്രയത്നത്തോടും മുന്നോട്ട് കുതിക്കുന്ന ഒന്നായിട്ടാണ് കവി സങ്കല്പിക്കുന്നത്. ആ മെയിൻ പോയിന്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ്? അതിയായ ആവേശത്തോടും പ്രയത്നത്തോടും മുന്നോട്ട് കുതിക്കുന്ന ഒന്നായിട്ടാണ് ഇവിടെ ശാസ്ത്രത്തെ കുറിച്ചിട്ട് പറയും. ശാസ്ത്രത്തിന്റെ ഊർജ്ജസ്വലതയും തീവ്രതയും ഇത് കാണിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. മറ്റൊന്നാണ് പ്രേമത്തിന്റെ ഗാനശൈലി എന്ന് പറഞ്ഞ ഒരു പ്രയോഗം.
പ്രേമം എന്ന അമൂർത്തമായ വികാരത്തിന്റെ ഒരു ഗാനശൈലി നൽകുന്നതിലൂടെ മനുഷ്യന്റെ യാത്രയിലെ വൈകാരികവും കലാപരമായ ഒരു തലം മനോഹരമായി അവതരിപ്പിക്കുന്നു. അല്ലെ, പ്രേമം എന്നെല്ലാം പറഞ്ഞാല് മനുഷ്യന്റെ വൈകാരികമായിട്ടുള്ള അനുഭൂതിയാണ്. അല്ലെ, മനുഷ്യന് വൈകാരികമായിട്ട് പല പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അല്ലെ, അപ്പൊ ഇവിടെ എന്താണ്, മനുഷ്യന്റെ യാത്രയില് വൈകാരികവും കലാപരവുമായിട്ടുള്ള പ്രേമത്തിന്റെ ഗാന ശൈലി എന്ന് പറയുമ്പോൾ, ഗാനം എന്ന് പറയുന്നത് കലയെ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ്. മനുഷ്യന്റെ യാത്രയിലെ വൈകാരികവും കലാപരവുമായ ഒരു തലം മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് പ്രേമത്തിന്റെ ഗാനശൈലി എന്ന് പറഞ്ഞ പ്രയോഗം. ഈ പ്രയോഗങ്ങളെല്ലാം കവിതയ്ക്ക് ആഴവും ഭംഗിയും നൽകുകയും ആശയങ്ങളെ കൂടുതൽ വ്യക്തമായി വായനക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ധാരാളമായിട്ടുള്ള പ്രയോഗങ്ങള് നമ്മള് പ്രയാണം എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിൽ കാണാൻ കഴിയും. ധാരാളം ബിംബങ്ങളും പ്രതീകങ്ങളും പ്രയോഗങ്ങളും ഒക്കെയാണ് പ്രയാണം എന്ന് പറഞ്ഞ കവിതയെ മനോഹരമാക്കുന്നത്. അല്ലെ, ഇന്ന് നാം അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളൊക്കെ എന്താണ്, പോയ കാല തലമുറയുടെ ത്യാഗത്തിന്റെയും അവർ ഒഴുക്കിയ വിയർപ്പിന്റെയും അവർ നൽകിയ വെളിച്ചത്തിന്റെയും ഫലമാണ് എന്നാണ് വയലാറ് നമ്മുടെ പ്രയാണം എന്ന് പറഞ്ഞ കവിതയിൽ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം നമ്മളെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് എന്ത്, നമ്മളും ഇങ്ങനെ ത്യാഗങ്ങളും വെളിച്ചങ്ങളും ഒക്കെ എന്താണ് അടുത്ത തലമുറയ്ക്ക് കൈമാറുമ്പോൾ മാത്രമേ എന്താണ് ചരിത്രത്തിന്റെ തുടർച്ച സംഭവിക്കുമെന്നും മാറ്റങ്ങൾ ഉണ്ടാവുക എന്നും, മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. എപ്പോഴും നമ്മൾ നിന്ന ഇടത്ത് തന്നെയല്ല നിൽക്കേണ്ടത്. കാഴ്ചപ്പാടിലും അല്ലെ, ഭൗതികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെ എന്താണ് നമുക്ക് മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒന്നല്ല, അത് കാലങ്ങളിലൂടെ മുന്നേറി 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 വന്നിട്ടുള്ളതാണ് എന്നാണ് നമ്മുടെ വയലാറ് പ്രയാണം എന്ന് പറഞ്ഞ കവിതയിൽ പറഞ്ഞു വെക്കുന്നത്.